നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമാണ്. കർണാടകയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മലയാളി സഞ്ചാരികളെ കാണാതാകുന്നത്, തുടർച്ചയാകുന്നത് ഒരു ഭയം നമ്മളിലെല്ലാം തന്നെ നിഴലിക്കുകയാണ്. കുടകിൽ ട്രക്കിങ്ങിനിടെ ശരണ്യ എന്ന പെൺകുട്ടിയെ കാണാതായതിന് പിന്നാലെ ചിക്കമംഗ്ലൂരിലെ പ്രശസ്തമായ മുളയനിഗിരിയിൽ മറ്റൊരു മലയാളി പെൺകുട്ടിയെ കൂടി കാണാതായിരിക്കുകയാണ്. പാലക്കാട് സ്വദേശിനിയായ 14-കാരി നന്ദനയെയാണ് വനമേഖലയിൽ വെച്ച് കാണാതായത്. മാതാപിതാക്കളും ബന്ധുക്കളും ഉൾപ്പെടെ ഏകദേശം 40ഓളം പേരടങ്ങുന്ന വലിയൊരു സംഘത്തോടൊപ്പമാണ് നന്ദന വിനോദയാത്രയ്ക്ക് എത്തിയത്. പക്ഷേ 40ഓളം വരുന്ന കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കൊപ്പം സന്തോഷത്തോടെ എത്തിയ ശ്രീനന്ദ എവിടെ പോയി എന്ന ചോദ്യത്തിന് മുന്നിൽ ആ കാടും മൗനം പാലിക്കുകയാണ്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് ചന്ദ്രദ്രോണ പർവ്വതനിരയിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപം വെച്ചാണ് നന്ദനയെ സംഘത്തിൽ നിന്നും കാണാതായത്. വൈകുന്നേരം 6 മണിയോടെ കുന്നിറങ്ങുന്നതിനിടെ കുട്ടി സംഘത്തിൽ നിന്നും വേർപെട്ടു പോവുകയായിരുന്നു. വൈകുന്നേരം 5:30ഓടെ മൂടൽ മഞ്ഞും വെളിച്ചക്കുറവും അനുഭവപ്പെട്ടു തുടങ്ങിയ സമയത്താണ് കുട്ടി സംഘത്തിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷയായത്. കൂടെ ഉണ്ടായിരുന്നവർ നിമിഷ നേരം കൊണ്ട് ചുറ്റും നോക്കിയെങ്കിലും ശ്രീനന്ദയെ കണ്ടെത്താനായില്ല. തുടർന്ന് നടത്തിയ പ്രാഥമിക തിരച്ചിലുകൾ പരാജയപ്പെട്ടതോടെയാണ് പോലീസിനെയും വനംവകുപ്പിനെയും വിവരമറിയിച്ചത്. ആദ്യം കുട്ടി അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് കരുതിയാണ് മാതാപിതാക്കളും കൂടെയുള്ളവരും അവരെ കൊണ്ട് പറ്റാവുന്ന അടുത്തൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയത്. പക്ഷേ പിന്നീട് സമയം വൈകുന്തോറും ആശങ്ക വർദ്ധിച്ചതോടെയാണ് ഇവർ പോലീസിനെ വിവരമറിയിച്ചത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസും വനംവകുപ്പും നാട്ടുകാരുടെ സഹായത്തോടെ ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. അപ്പോഴേക്കും ഇരുട്ടിയിരുന്നു. എന്നാൽ രാത്രി 8 മണിയോടെ പ്രദേശം കനത്ത മൂടൽ മഞ്ഞിലും ഇരുട്ടിലും അമർന്നതും രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി. കുത്തനെയുള്ള ചെരിവുകളും ഇടതൂർന്ന പുൽമേടുകളും നിറഞ്ഞ മാണിക്യധാര പ്രദേശം അപകട സാധ്യതയേറിയ ഇടമാണ്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള വനമേഖലയായതിനാൽ അതീവ ജാഗ്രതയോടെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. രാത്രി മുഴുവൻ പോലീസ് സംഘം പ്രദേശത്ത് തിരച്ചിൽ നടത്തി. പുലർച്ചെ 4:30 വരെ തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് വനമേഖല അരിച്ചു പെറുക്കിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താനായില്ല. ബുധനാഴ്ച രാവിലെ മുതൽ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും വനവകുപ്പിന്റെ പ്രത്യേക സംഘവും തിരച്ചിലായി രംഗത്തുണ്ട്. ജില്ലാ പോലീസ് സൂപ്രണ്ട് ജിതേന്ദ്രകുമാർ ദയാമ നേരിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. പെൺകുട്ടി വഴിതെറ്റി ഉൾവനത്തിലേക്ക് പോയതാണോ അതോ മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ചതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കുടകിൽ ശരണ്യ എന്ന പെൺകുട്ടി കാണാതായ സംഭവത്തിന്റെ നടുക്കം മാറുന്നതിന് മുൻപേ ഉണ്ടായ ഈ തിരോധാനം കർണാടകയിലെത്തുന്ന മലയാളി വിനോദസഞ്ചാരികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ശരണ്യയെ ഏകദേശം 3 ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്താനായത്. എന്നാൽ പലപ്പോഴും ശരണ്യ ഇത്തരത്തിലുള്ള ട്രക്കിങ്ങും കാടുകളിലൂടെയുള്ള യാത്രകളൊക്കെ തന്നെ ചെയ്ത് പരിചയമുള്ള ഒരു യുവതി ആയതിനാൽ തന്നെ ആ ഒരു ഭയമൊന്നും തന്നെ ശരണ്യയുടെ മുഖത്ത് കാണാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ശരണ്യ അഭിനയിക്കുകയാണോ, ഇതൊക്കെ ഒരു നാടകമാണോ എന്നുള്ളൊരു വിമർശനവും ഉയരുന്നുണ്ടായിരുന്നു. 3 ദിവസമൊന്നും തന്നെ ശരണ്യെ ഇത്തരത്തിൽ കാണാതായാൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഭക്ഷണമൊന്നും തന്നെ കഴിക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണമൊന്നും ശരണ്യയെ കണ്ടെത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള പലതരത്തിലുള്ള ചർച്ചകളും അവിടെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു മലയാളി പെൺകുട്ടിയെ കൂടി ഇത്തരത്തിൽ കാടിനുള്ളിൽ കാണാതാകുന്നത്. അപരിചിതമായ വനമേഖലകളിൽ ട്രക്കിങ്ങിനും മറ്റും പോകുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നന്ദനയെ എത്രയും വേഗം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാവരും. ശ്രീനന്ദയെ വന്യമൃഗങ്ങൾ ആക്രമിച്ചതാകുമോ അതോ അബദ്ധത്തിൽ കൊക്കയിലേക്ക് വീണതാകുമോ എന്ന സംശയത്തിലാണ് ഒരു വിഭാഗം. എന്നാൽ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന മാണിക്യധാര വ്യൂ പോയിന്റിന് സമീപത്തു നിന്ന് ഇത്ര പെട്ടെന്ന് ഒരാളെ കാണാതാകുന്നത് തികച്ചും അസ്വാഭാവികമാണെന്നാണ് നാട്ടുകാരും പറയുന്നത്. ചന്ദ്രദ്രോണ മലനിരകളുടെ ഉൾപ്രദേശങ്ങളിലേക്ക് കുട്ടി വഴിതെറ്റി പോയിരിക്കാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. പോലീസും സന്നദ്ധ പ്രവർത്തകരും വനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് രാവിലെയും തിരച്ചിൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ആധുനിക ഡ്രോൺ ക്യാമറകളുടെ സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തുന്നത്. വനത്തിന്റെ ഉൾഭാഗത്തും പരിശോധന നടത്തുന്നുണ്ട്.
പശ്ചിമഘട്ടത്തിലെ കുത്തനെയുള്ള കുന്നുകളും ഇടതൂർന്ന വനവും വെല്ലുവിളിയാകുന്നുണ്ടെങ്കിലും അഗ്നിശമന സേനയും പോലീസ് ഉദ്യോഗസ്ഥരും പെൺകുട്ടിക്കായി സംയുക്ത പ്രവർത്തനം നടത്തുകയാണ്. ചിക്കമംഗളൂരു റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത്. മകളെ കാണാതായതോടെ ആശങ്കയിലാണ് കുടുംബം. നാട്ടുകാരുടെ സഹായത്തോടെ പെൺകുട്ടിയെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണെന്നും റൂറൽ പോലീസ് സ്റ്റേഷൻ ഓഫീസർ പ്രതികരിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് കാണാതായി പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെട്ടത്. ചൊവ്വാഴ്ച എല്ലാവരുമായി ഫോട്ടോ എടുത്ത ശേഷമാണ് നന്ദന കുന്നിന് മുകളിലേക്ക് കയറിയിരുന്നു. ഇതിനിടെയാണ് കുട്ടിയെ കാണാതായത്. അയൽക്കാരും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു അവർ. നിലവിൽ വനംവകുപ്പ്, ഫയർഫോഴ്സ്, പോലീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥിക്കായി തീവ്രമായ തിരച്ചിൽ നടത്തുകയാണ്. പെൺകുട്ടി കാണാതായ സ്ഥലത്തു നിന്നും കുട്ടി പോകാൻ സാധ്യതയുള്ള മേഖലകൾ കണക്കാക്കി ഉദ്യോഗസ്ഥർ ടീമുകളായി തിരച്ചിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കടമ്പടി പുറത്തു നിന്ന് ആവേശത്തോടെ യാത്ര തിരിച്ച ശ്രീനന്ദയുടെ കുടുംബം ഇപ്പോൾ കടുത്ത മാനസിക വിഷമത്തിലാണ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു കുട്ടി. ശ്രീനന്ദയുടെ മാതാപിതാക്കൾ ആത്മവിശ്വാസം കൈവിടാതെ മകൾക്കായി പ്രാർത്ഥനയോടെ ചിക്കമംഗളൂരിൽ തുടരുകയാണ്. നാട്ടിൽ നിന്നും കൂടുതൽ ബന്ധുക്കൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിനോദയാത്രയ്ക്കിടെ കാണാതാവുന്ന സംഭവം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. യാത്രയ്ക്കിടെ ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കാൻ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. കൂർഗിൽ ട്രക്കിങ്ങിനിടെ വഴിതെറ്റി കാട്ടിലകപ്പെട്ട കോഴിക്കോട് നാദാപുരം സ്വദേശി ശരണ്യയുടെ വാർത്ത ദിവസങ്ങൾക്ക് മുമ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ വന്നത്. 4 ദിവസത്തിന് ശേഷം ശരണ്യയെ കണ്ടെത്തുകയായിരുന്നു. ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനന്ദയുടെ കാര്യത്തിലും എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിക്കുന്നുണ്ട്. മീഡിയയിലും ശ്രീനന്ദയെ കണ്ടെത്താനുള്ള അഭ്യർത്ഥനകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കാടിന്റെ വന്യതയ്ക്കുള്ളിൽ ശ്രീനന്ദ ഒറ്റപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന ചിന്ത എല്ലാവരെയും വേദനിപ്പിക്കുന്നു. വെള്ളച്ചാട്ടത്തിന് സമീപത്തെ പാറക്കൂട്ടങ്ങളും കുറ്റിച്ചെടികളും നിറഞ്ഞ പ്രദേശം വഴുക്കലുള്ളതാണ്. ഇവിടെ കാൽ വഴുതി വീണാൽ പെട്ടെന്ന് കണ്ടെത്തുക പ്രയാസമാണ്. ഇതുകൂടാതെ പ്രദേശത്ത് കാട്ടുപോത്തുകളുടെയും പുലിയുടെയും സാന്നിധ്യമുള്ളതിനാൽ തിരച്ചിൽ സംഘം അതീവ ജാഗ്രതയിലാണ്. അന്വേഷണം ഊർജിതമാക്കാൻ കർണാടക സർക്കാർ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള പോലീസും കർണാടക പോലീസുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ചിക്കമംഗളൂരു SP ജയകുമാർ നേരിട്ട് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. സംശയകരമായ രീതിയിൽ ആരെങ്കിലും പ്രദേശത്ത് കണ്ടിരുന്നോ എന്ന് കണ്ടെത്താൻ സമീപത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ചിക്കമംഗളൂരു മലനിരകളിൽ ശ്രീനന്ദയെ കാത്തിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ. ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവിൽ തിരിച്ചൽ സംഘം മുന്നോട്ടു പോവുകയാണ്. വിനോദയാത്രയുടെ സന്തോഷം കണ്ണീരായി മാറിയ ഈ സംഭവം പശ്ചിമഘട്ടത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സുരക്ഷാ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ശ്രീനന്ദ സുരക്ഷിതയായി തിരിച്ചുവന്ന പ്രതീക്ഷയിലാണ്. പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കേരളം.